ടൈഫോയിഡ് സ്ഥിരീകരിക്കുന്നതിനുള്ള രോഗനിർണയ രീതി? ഓപ്ഷൻ എ വൈഡൽ ടെസ്റ്റ്, ഓപ്ഷൻ ബി എലിസ, ഓപ്ഷൻ സി ബയോപ്സി, ഓപ്ഷൻ ഡി ECG. ഉത്തരം ഓപ്ഷൻ എ വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡിന് കാരണമായ സാൽമൊണല്ല ബാക്ടീരിയക്കെതിരെ ശരീരം പുറപ്പെടുവിക്കുന്ന ആന്റിബോഡികളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ നടത്തുന്നതാണ് വൈഡൽ ടെസ്റ്റ്. ഫ്രഞ്ച് ഭിഷഗ്വരനായ ജോർജസ് ഫെർണാഡ് വൈഡലാണ് ഈ ടെസ്റ്റ് വികസിപ്പിച്ചെടുത്തത്. ഡെങ്കിപ്പനി സ്ഥിരീകരിക്കാൻ നടത്തുന്ന രക്തപരിശോധനയാണ് NS1 ആന്റിജൻ ടെസ്റ്റ്. സിഫിലിസ് രോഗത്തിന്റെ സ്ഥിരീകരണത്തിനായി നടത്തുന്നതാണ് വാസർമാൻ ടെസ്റ്റ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നതാണ് RPCR എന്നതിന്റെ പൂർണ്ണരൂപം. ക്ഷയരോഗത്തിന്റെ നിർണയത്തിനായി തൊലിപ്പുറത്ത് നടത്തുന്ന പരിശോധനയാണ് മാൻഡോക്സ് ടെസ്റ്റ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരിക്രമ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ എ സ്വച്ഛ് ഭാരത് അഭിയാൻ, ഓപ്ഷൻ ബി ആസാദി കാ അമൃത് മഹോത്സവ്, ഓപ്ഷൻ സി എല്ലാ മത്സ്യത്തൊഴിലാളികളുടെയും ഐക്യം, ഓപ്ഷൻ ഡി സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം. ഉത്തരം ഓപ്ഷൻ എ സ്വച്ഛ് ഭാരത് അഭിയാൻ. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പുകൾ ആസാദി കാ അമൃത് മഹോത്സവ് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചതാണ് സാഗർ പരിക്രമ. സാഗർ പരിക്രമ പരിപാടിയുടെ ലക്ഷ്യങ്ങൾ സർക്കാർ ഫിഷറീസ് മേഖലകളിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെപ്പറ്റി തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവരുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തുക, ആത്മനിർഭർ ഭാരത് സങ്കല്പത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ട് മത്സ്യത്തൊഴിലാളികളോട് ഐക്യദാർഢ്യമുണ്ടാക്കുക, ഉത്തരവാദ മത്സ്യബന്ധന രീതികൾക്ക് പ്രചാരണം നൽകുക, സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം എന്നിവയാണ് സാഗർ പരിക്രമ പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങൾ.